ഉള്ളതങ്ങനെ കേട്ടത് എനിക്കിത് കേട്ടപ്പോ എന്റെ പെരുവരലേന്ന് പെരുത്ത് കയറുക. കരയുന്ന എനിക്ക് കരയാൻ മാത്രം എന്തുണ്ടായി? കരയാൻ മാത്രം ഉണ്ടായില്ലേ? അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ, പ്രമുഖ നേതാവ് ക്ലീറ്റസ് മത്തായി ഇവരുടെ മുൾമുനെ നിർത്തുന്ന നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി? തകർന്നു പോയടാ ഞാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തോരം ആൾക്കാരെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ എന്നെ അത്രയും പേരുടെ മുമ്പിൽ വെച്ച് അവര് പച്ചത്തെറി വിളിച്ച്. കമാന്നൊരക്ഷരം വേണ്ടിയില്ലല്ലോ. ഇവിടെ വന്ന് എന്റെ ആങ്ങളേനോട് പറഞ്ഞപ്പോ അവൻ എന്റെ കൂടെ നിന്നു. ഞാൻ എവിടെ പോയാലും അവൻ എന്റെ കൂടെ നിൽക്കും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു എനിക്ക്. അവൻ എന്റെ കൂടെ നിന്നില്ല. നിക്കത്തില്ല. ഇവിടെ ഞാൻ ആരാ ഇവിടെ ശരിക്കും? ഞാൻ ആരാ? എന്റെ ആങ്ങളൊക്കെ വെള്ളരിപ്രാവിന്റെ പ്രതീകമാണെന്ന് അറിയാമല്ലോ. യൂണിഫോം ഇട്ടാൽ പോലും പുള്ളി ആരും ഒന്നും പറയത്തില്ല. പിന്നെ ക്ലീറ്റസ് അച്ഛൻ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളിക്ക് നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പ്രാമുഖ്യം. പക്ഷെ ഞാൻ ഇവിടെ ഉള്ളപ്പോ അക്കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ നിന്നെ മനസ്സിലാക്കാൻ വൈകിപ്പോയി. മനസ്സിലാക്കണം. കൊടങ്ങാളെ ചെന്ന് അന്വേഷിച്ചാൽ മതി. നിസ്സാര കാര്യങ്ങൾക്ക് ഒരേ 4 ഇടി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പോയി ചോദിക്കണം. ഞാൻ ഇപ്പൊ വേണ്ട, മക്കള് കഴിക്കും. അല്ല ഇത് ഞാൻ ഉണ്ടാക്കിയതാ നിനക്ക് വേണ്ടിട്ട്. അതെന്തിന്? ചോദിക്കാൻ വേണ്ടിട്ട്. അപ്പൊ എന്നെ എങ്ങനെ കണ്ടേക്കുന്നു? അല്ല അല്ല, അങ്ങനെയല്ല, അങ്ങനെ പറയല്ലേ. നീയും കൂടി എന്നെ അവിശ്വസിക്കല്ലേ. ഞാനൊരു സ്നേഹം കൊണ്ട് ചെയ്തതാ. അങ്ങനെ ഭക്ഷണം പക്ഷേ ഉണ്ടല്ലോ, ഇനി ഇവരുടെ ആരുടെ ഒരു കാര്യത്തിനും തങ്കം നിക്കൂല. കാരണം ഇപ്പൊ നീയും കൂടി എന്റെ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ആരുണ്ട്? ഞാൻ ഇത് കുത്തിത്തറന്ന് നോക്കി ഇതിനകത്ത് വിഗ്രഹമാണ്. മനസ്സിലാക്കണം. തങ്കം ചേട്ടത്തിന്ന് വിളിക്കുന്നതും അമ്മേന്ന് വിളിക്കുന്ന പോലെ. ഇക്കണെങ്കിൽ നാളെ 10 പെണ്ണുങ്ങളൊന്നും ഇവിടെ ചീത്ത വിളിച്ചാൽ ഇവരാരും മിണ്ടത്തില്ല. ഒട്ടും മിണ്ടത്തില്ല. കാര്യം ക്ലീറ്റത്തിൽ നാട്ടുകാരൊത്ത വോട്ടർമാർ. ഞാൻ ഉപേക്ഷിച്ചു. ക്ലീറ്റ ഇല്ലല്ലോ. ഞാൻ കൊടുത്തോളാം. അവര് പണ്ട് കൈ വെക്കരുത് കേട്ടോ. ഇല്ല, അത് കേസ് പറയാം. പക്ഷെ ദൂരെ നിന്ന് മെറ്റിനെടുത്ത് അവരുടെ സെറ്റ് പോലെ അറിഞ്ഞാൻ പൊട്ടിക്കും. എന്തോ തങ്കം ചേട്ടത്തി ഒരു 2 മുട്ടയും കൂടി വാട്ടിത്തരട്ടെ? രാത്രി കിടക്കാൻ നേരം മതി. ഇനി മുതല് വിശപ്പ് സഹിച്ച് നീ ഇവിടെ ഇരിക്കരുത്. നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ തങ്കം ചേട്ടത്തിലെ താ എന്ന് വിളിച്ചാ മതി, ഞാൻ അവിടെ കൊണ്ടുതരും. നിങ്ങളല്ലേ എനിക്ക് തരുന്നത്? എന്നെ ഇത്ര ആക്കി നിങ്ങളല്ലേ? അറിയാലോ. പിന്നെ നിങ്ങൾക്ക് ഇത് വന്നെന്ന് അറിഞ്ഞപ്പോണ്ടല്ലോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കഴിക്കാൻ ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. ഇത് മുഴുവൻ നിനക്ക് ആർക്കും കൊടുക്കണില്ല. ആരോഗ്യം വേണം. എന്ത് സംഭവങ്ങളെയും പ്രതിസന്ധിയുടെ നേരിടാനുള്ള ആരോഗ്യം ഉണ്ടാക്കണം. നാളത്തെ കൗൺസിലറോ MLA MP ആവേണ്ട ആളാ. ഈ വഴി കിടക്കുന്ന പെണ്ണുങ്ങളുടെ തീറ്റ കൂടി കേട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കാം. ഞാൻ ഇതിന്റെ പിന്നെ പ്രവർത്തിക്കുന്ന കാര്യം ആരും അറിയരുത്. ഇല്ല. മക്കളവിടെ പോയിരുന്നു കഴിച്ചാൽ ഒരു വേണ്ട. ഞാൻ പ്ലേറ്റിലിട്ട് അവിടെ വെച്ചേക്കാം. പറഞ്ഞല്ലോ ഞാൻ.